പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ലേശം കൂടി ട്രിഗണോമെട്രി ത്രികോണമിതി പഠിക്കണ്ടേ? ഒരു ലേശമല്ല, കുറച്ചധികം പഠിക്കണം അല്ലേ? പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സില് മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാവും എന്ന് കരുതട്ടെ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പറഞ്ഞത്? കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്തിന്റെ പ്രോബ്ലംസ്? ട്രിഗണോമെട്രിയുടെ ബേസ് മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ. എന്താണ് ത്രികോണമിതി എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ മാത്രമേ തന്നു. എന്തായിരുന്നു ധാരണ തന്നത്? ഒന്നുമില്ല. ആംഗിൾസ് ഡിറ്റർമിൻസ് ദ സൈഡ്സ്. ഇത്രയും നമ്മളിപ്പോ പറഞ്ഞു. കോണുകൾ ആ ത്രികോണത്തിന്റെ വശങ്ങളെ തീരുമാനിക്കുന്നു അല്ലേ? നോട്ട് ഓൺലി ദ സൈഡ്സ്. സൈഡ് എന്ന് പറഞ്ഞാൽ പോരാ, ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് അല്ലേ? വശങ്ങളുടെ റേഷ്യോ തീരുമാനിക്കുന്നത്. കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന് 45 ഡിഗ്രി ആണെങ്കിൽ the sides will be the ratio 1:1:√2 അല്ലേ? 30 60 90 ആണെങ്കിൽ the sides will be in the ratio 1:√3:2 നമ്മൾ പറഞ്ഞതാണ് അല്ലേ? പിന്നീട് അതിൽ നിന്ന് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 30 പിന്നെ 45 105 ഒക്കെ ചെയ്ത് നോക്കി എങ്ങനെ കിട്ടാം എന്നൊക്കെ. അതിന് ഒരു സർട്ടൻ റേഷ്യോ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഇനിയിപ്പോ ഏത് വന്നാലും ഏത് വന്നാലും അതിനൊക്കെ ഒരു സർട്ടൻ റേഷ്യോ അതിന്റെ സൈഡുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒന്നല്ല, കോണുകൾക്ക് അനുസരിച്ചിട്ട് വശങ്ങൾക്ക് ഒരു നിശ്ചിത അംശബന്ധം ഉണ്ട്. ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലേ? യെസ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു ലേശം കൂടി മുന്നോട്ട് പോവുകയാണ് അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞതിന് ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ കാണാൻ പോകും. ഇപ്പൊ നമ്മള് 45 90ലും 30 60 90ലും നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് 90നെ നമ്മൾ ബലമായി പിടിച്ചെന്ന് പറഞ്ഞു? 90നെ ബലമായി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്, എളുപ്പമാണ്. സാധാരണ മറ്റൊരു ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ അറിയാൻ ഒരു വഴിയില്ല. അതിനുവേണ്ടി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് സൈഡ് കിട്ടിയാൽ പിന്നെ അതിന്റെ മൂന്നാമത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റും, റേഷ്യോ ഒന്നും അറിയില്ലെങ്കിൽ പോലും. അത് തന്നെ കാര്യം, വേറൊന്നല്ല. അതുകൊണ്ട് നമ്മൾ ഈ 90 ഡിഗ്രി വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ലേശം കൂടി നമ്മളോട് ചേർത്ത് പിടിക്കുന്നു, നമ്മളുടെ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുന്നു. ഇത്രയുള്ള കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നാൽ നമ്മൾ ഇനി കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ കാണാൻ പോകാം. അപ്പൊ അതിനു വേണ്ടി പക്ഷെ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ലാർജ് വൺ ആൻഡ് സ്മാൾ വൺ. ഒരു വലുതും ഒരു ചെറുതും. പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങൾ പറയാൻ തുടങ്ങി, സാർ അത് രണ്ട് ഏകദേശം അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് വലുതാണ് ഒന്ന് ചെറുതാണ്. ഇത് ഏട്ടനാണ്, ഇത് അനിയനാണ് അല്ലെ? അത്ര അത് ശരിയാ. ഇത് ഏട്ടൻ, ഇത് അനിയൻ. ഈ ഏട്ടനും അനിയനൊക്കെ കാണാൻ ഒരേപോലെ ഉണ്ടാവും. അധികവും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഒരു ഏട്ടനും അനിയനും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഇത് ഒരേ കുടുംബത്തിൽ നിന്നാണ്, ഏട്ടനും അനിയനും ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. ഇതും അതേപോലെ തന്നെയാണ്, ഏട്ടൻ അനിയൻ, ബിഗ് ബ്രദർ സ്മോൾ ബ്രദർ. ഓക്കെ, അപ്പൊ ഇത് ഒരേ കുടുംബത്തിൽ നിന്നാണ്. ഒരേ കുടുംബമാകുമ്പോ കാണാൻ ഒരേപോലെയാണ് അല്ലെ? സിമിലർ ആവും, സിമിലർ, സദൃശമായി. യെസ്, ഇത് സിമിലർ ട്രയാങ്കിൾസ് ആണ്, സദൃശ ത്രികോണങ്ങളാണ്. ഒരേ കുടുംബത്തിൽ നിന്നായിരുന്നു. ഓക്കെ, ഒരേ ഫാമിലിയിലായിരുന്നു. ഇത് രണ്ട് എങ്ങനെ ഒരേ ഫാമിലിയിലാണെന്ന് തീരുമാനിച്ചത്? വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനൊക്കെ അളവുകൾക്കൊക്കെ എന്തൊക്കെയാ ചില പ്രാധാന്യങ്ങളുണ്ട്. ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിനോട് ഈക്വൽ ആയിട്ടാണ്. അതായത് ഇത് ഇതിനോട്, അതാണ് ഭാഷകനെ ഒരു വരയിട്ടിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് വൺ and this angle is equal to this one. അതാണ് രണ്ട് വരയിട്ടിട്ട്. and this one is equal to this one, 3 വരയിട്ടിട്ട്. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിനോട് ഈക്വൽ ആണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിനെ നമ്മൾ സാധാരണ പേര് വിളിക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ട്രയാങ്കിൾസ്, സദൃശ ത്രികോണങ്ങൾ എന്നാണ്. അപ്പൊ these two triangles are similar. ഒരേ കുടുംബം, കാണാൻ ഒരേപോലെ, വലിപ്പം
ഒരുപോലെയല്ല. ഒരുപോലെ ആവണം നിർബന്ധമില്ല, ഒരുപോലെ ആവാം, കുഴപ്പമില്ല. ഒരുപോലെ ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ സദൃശ്യം തന്നെയാണ്. പക്ഷേ അപ്പൊ കുറച്ചും കൂടി പേര് വിളിക്കും. എന്താ പറയാ? ഇരട്ടകൾ എന്ന് വിളിക്കും. അത്രയുടെ കാര്യം നമ്മുടെ ഇരട്ടകൾ എന്ന് വിളിക്കും കേട്ടോ. ഒരേ വലുപ്പമാണ്, ഒരേ രൂപമാണ്, ഇരട്ടകളാണ്, അങ്ങനെ പറയും അല്ലെ? അതും സദൃശ്യം തന്നെയാണ്, ഒരേ രൂപം തന്നെയാണ് കാണാനും. ഇവിടെ വലുപ്പം തുല്യമല്ല, ഒരാൾ വലുതാണ്, ഒരാൾ ചെറുതാണ്. ക്ഷമിക്കാട്ടോ. അപ്പൊ രണ്ടും സിമിലർ ആണ്, സദൃശ്യം. അങ്ങനെയാണെങ്കിൽ മാഷത്തിന്റെ 3 സൈഡുകൾക്ക് പേര് കൊടുക്കും. ഈ ആംഗിളിന്റെ, ഈ ഒരൊറ്റ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വലിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ ഞാൻ ഏത് പേര് വിളിച്ചു? അടുത്ത ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ സി എന്ന് പേര് വിളിച്ചു. അടുത്ത ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ ഞാൻ ബി എന്ന് പേര് വിളിച്ചു. ബി. അപ്പൊ ഈ ട്രയാംഗിളിന്റെ 3 സൈഡുകള് എ ബി സി എന്ന് വിചാരിച്ചു. ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ 3 സൈഡുകൾക്ക് അതേപോലെ സിമിലർ ആയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ പി എന്നും, ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ആർ എന്നും, ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ക്യൂ എന്നും പേര് കൊടുക്കും. ഓക്കെ. ആ ഓർഡറിൽ പി ക്യൂ ആർ, ഇത് എ ബി സി ഓർഡറിൽ. നമ്മൾ പഴയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? 8th ചാപ്റ്ററിന് അതോ 9 അല്ലേ? സദൃശ്യങ്ങൾ. ഓക്കെ. സോ അവിടെ നമ്മൾ പഠിച്ചത് സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താണ്? എന്താ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിലുള്ള പ്രത്യേകത? അതിന്റെ ആംഗിൾസ് സെയിം ആവുന്നതിന് പുറമെ അതിന്റെ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണ്, വശങ്ങളുടെ അംശബന്ധം തുല്യമാണ്. എങ്ങനെ ഈ വശങ്ങളുടെ അംശബന്ധം എടുക്കുക? എങ്ങനെയെങ്കിലും കൊണ്ട് എടുക്കല്ലേ? ഇപ്പൊ ഞാൻ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എ എടുത്താൽ എ ഡിവൈഡഡ് ബൈ, അപ്പൊ അതിന് ഈക്വൽ ആയ ആംഗിൾ ഇവിടെ ഏതാ നോക്കുക? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എടുക്കുക, പി. അപ്പൊ എ ഡിവൈഡഡ് ബൈ പി. അതേപോലെ തന്നെ ബി ഡിവൈഡഡ് ബൈ ക്യൂ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ സൈഡുകൾക്ക് സിമിലർ ആയിട്ടുള്ള അതുപോലെ തന്നെയുള്ള വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആവും. അതാണ് ഈ എഴുതിയത്. എ ഡിവൈഡഡ് ബൈ പി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ക്യൂ ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ഇത് മാഷ ഒന്നിങ്ങനെ തിരിച്ചെഴുതി, അതിനെ ഒന്ന് മാറ്റി എങ്ങനെയാണ് ഈ രണ്ട് റേഷ്യോ മാത്രം എടുക്കും. ഏത്? ഇവിടെ എഴുതി കാണിച്ചാൽ എ ഡിവൈഡഡ് ബൈ പി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്ന ആ റേഷ്യോ മാത്രം എടുക്കും. ആ റേഷ്യോ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഒന്നവിടെ ക്രമം മാറ്റി. എങ്ങനെയാണ്? എ ഇൻറ്റു ക്യൂ, എ ക്യൂ ഈക്വൽ ടു ബി ഇൻറ്റു പി, ബി പി എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കിട്ടുന്ന ആൻസർ സെയിം ആവും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. ഓക്കെ. സോ എ ഇൻറ്റു ക്യൂ ഈക്വൽ ടു ബി ഇൻറ്റു പി. ഞാൻ അതിൽ ഈ ബിനെ പ്രത്യേകം ഇടും. എ ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു, ഈ പി അവിടെ തന്നെ നിന്നോട്ടെ, ഈ ക്യൂവിനെ അങ്ങോട്ട് താഴ്ത്തിക്കിടും, പി ഡിവൈഡഡ് ബൈ ക്യൂ. അപ്പൊ എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇപ്പൊ ഈ റേഷ്യോ ക്ഷമിക്കണം, എ ഡിവൈഡഡ് ബൈ പി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്ന ആ റേഷ്യോനെ ഞാൻ ഒന്ന് ഇങ്ങനെ കളം മാറ്റിച്ചോ. എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ക്യൂ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോയും ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോയും സെയിം ആണെന്ന് അർത്ഥം. ഇത് സിമിലർ ആണെങ്കിൽ, അത് മറക്കരുത്, സിമിലർ ആണെങ്കിൽ, അതായത് ഈ ആംഗിൾസ് സെയിം ആണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ വരും. എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ക്യൂ. അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചു. ഒരു കോൺസ്റ്റന്റ്, അതൊരു സ്ഥിരസംഖ്യയാണ്. ഈ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാവുള്ളൂ. അതായത് അത് ചെയ്താൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുമല്ലോ. അപ്പൊ എ ഡിവൈഡഡ് ബൈ ബി ചെയ്താൽ കിട്ടുന്ന ഉത്തരം തന്നെ ആയിരിക്കും പി ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്താലും കിട്ടുക. ഞാൻ അതിന് പേര് കൊടുത്തു, കെ എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ K1. ഈ K1 പേര് കൊടുത്ത് ആദ്യത്തെ എന്നുള്ള അർത്ഥത്തിലാട്ടോ, വേറെ ഒന്നുമല്ല.
ആദ്യത്തെ കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥത്തിൽ k1. ഓക്കെ, ഇതുപോലെ സിമിലർലി ഇതേപോലെ ഇത് രണ്ടും ഞാൻ എടുത്താൽ b ഡിവൈഡഡ് ബൈ q ഈക്വൽ ടു c ഡിവൈഡഡ് ബൈ r എടുത്താൽ c നെ ഇങ്ങോട്ട് q നെ അങ്ങോട്ട് മാറ്റിയിട്ട് b ഡിവൈഡഡ് ബൈ c ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ r എനിക്ക് എഴുതാലോ. അത് മറ്റൊരു കോൺസ്റ്റന്റ് ആവും, അത് വേറെ സ്ഥിരസംഖ്യയാവും അല്ലേ, അത് വേറെ സ്ഥിരസംഖ്യയായിരിക്കും. അതേപോലെ തന്നെ c ഡിവൈഡഡ് ബൈ a, ഇപ്പൊ c ഡിവൈഡഡ് ബൈ a അതായത് ഇതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ c ഡിവൈഡഡ് ബൈ a ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ p ഈക്വൽ ടു വേറെ കോൺസ്റ്റന്റ്, അത് വേറെ സംഖ്യ ആയിരിക്കുന്നതാണ് ആ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് a ഈക്വൽ ടു ഇപ്പൊ b ഇൻറ്റു ആ സംഖ്യ, അതേപോലെ b ഈക്വൽ ടു ഇവിടുന്ന് അല്ലേ c ഇൻറ്റു ഈ സംഖ്യ, അതേപോലെ തന്നെ c ഈക്വൽ ടു a ഇൻറ്റു ഈ സംഖ്യ. അതായത് ഒന്നുകൂടെ ക്രോസ് ചെയ്തിട്ട് എഴുതാൻ വേറെ ഒന്നല്ല. ഇപ്പൊ നമുക്ക് a ഡിവൈഡഡ് ബൈ b ഈക്വൽ ടു k എന്ന് പറയുന്ന അല്ലെങ്കിൽ k1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ a ഈക്വൽ ടു എന്ന് എഴുതാം b ഇൻറ്റു k1 എന്ന് എഴുതാം b ഇൻറ്റു k1. എന്തൊക്കെ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ്, വാട്ട് ഈസ് എ മീനിങ്? ഒന്നുമില്ല, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് മറ്റൊരു സൈഡിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കുന്ന അർത്ഥം. അതായത് ഈ ആംഗിൾസ് ഒക്കെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ കോണുകളെല്ലാം ഇവിടെ സ്ഥിരമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ ഓരോ വശവും മറ്റൊരു വശത്തിന്റെ ഒരു സർട്ടൻ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. ഇത് മാഷ് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? എന്താ പറഞ്ഞത് മാഷ്? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ട് ത്രികോണങ്ങൾ സദൃശങ്ങളാണെങ്കിൽ, സിമിലർ ആണെങ്കിൽ അവയുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോനെ മാഷ് ഒന്നിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ മാഷ്ക്ക് കിട്ടുന്നത് ഇതിന്റെ ഒരു സൈഡ്, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റൊരു സൈഡിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. എല്ലായ്പ്പോഴും ഒരു സ്ഥിര സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. ഇവിടെ ആംഗിൾ മാറുന്നില്ല, അപ്പോ ഇവിടെയും അതേപോലെ തന്നെ. ഇപ്പൊ ഇവിടെ നമുക്ക് p ഈക്വൽ ടു എന്തെഴുതാം? q ഇൻറ്റു ഈ സ്ഥിരസംഖ്യ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഈ എഴുതിയിരിക്കുന്നതിൽ b ഈക്വൽ ടു q ഈക്വൽ ടു r ഇൻറ്റു k2 ഇതെന്നെ എഴുതാം. ഇവിടെ എന്തെഴുതാം? ഇവിടെ നമുക്ക് r ഈക്വൽ ടു p ഇൻറ്റു k3 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവുമ്പോൾ ഈ സ്ഥിരസംഖ്യകൾ മാറുന്നില്ല. ഏത് പറയുന്ന സൈഡ് ബിനെ എന്തോ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്. ആംഗിൾ മാറാത്തത് കൊണ്ട് പി എന്ന് പറയുന്ന സൈഡ്, അതായത് എക്ക് സിമിലർ ആയ പി എന്ന് പറയുന്ന സൈഡ് ബിക്ക് സിമിലർ ആയിട്ടുള്ള ക്യൂ എന്ന് പറയുന്ന സൈഡിനെ അതേ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചതാണ്. കോൺസ്റ്റന്റ് മാറുന്നില്ല, സ്ഥിരസംഖ്യ മാറുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ, അടുത്ത രണ്ട് വശങ്ങൾ എടുക്കുമ്പോൾ ആ സ്ഥിരസംഖ്യ വേറെയാണ്, പക്ഷെ ഇവിടെ മാറുന്നില്ല. ഈ ട്രയാങ്കിളും മാറുന്നില്ല. ഇവിടെ അതേപോലെ തന്നെ ആണോ? ഇത് ക്ലിയർ ആയിട്ടോ? ഇത് കുറച്ചുകൂടി വിശദമായിട്ട് മാഷ് മനസ്സിലാക്കാം. ഇപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എയും ബിയും സിയും ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? വെയിറ്റ്, അതിന് ഏറ്റവും എളുപ്പ വഴി നമുക്ക് ഈ എ ബിയും സിയും ഒക്കെ കാണുമ്പോഴാണല്ലോ ആകെ കൺഫ്യൂഷൻ ഒക്കെ വരിക. അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് വേറെ കാര്യം, വേറെ നല്ല വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഇത് 90 ഡിഗ്രി ആയിട്ടാണ് മാഷ് വരച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് സിമിലർ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആവുമല്ലോ അല്ലെ? 90 ഡിഗ്രി ആവും. ഓക്കെ, ഇത് മാഷ് എടുത്തിരിക്കുന്നത് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം, ഇതൊരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇതൊരു 30 ഡിഗ്രി ആണ്, ഇതൊരു 60 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, വിചാരിക്കാം. മാഷ് വരച്ചാണ് നല്ല കേട്ടോ. ചിലപ്പോ അങ്ങനെ ആയിക്കൂടായില്ല, പക്ഷെ നോക്കിയിട്ടില്ല, വെറുതെ അങ്ങനെ വിചാരിക്കാം. അപ്പൊ this is 90 degree, this angle is 90 degree. So this is a right angle triangle, this is a right angle triangle. എന്തിനാ മാഷ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കൂട്ടിപ്പിടിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ആവുമ്പോൾ നമുക്ക് അതിന്റെ സൈഡുകൾ പറയാൻ എളുപ്പമുണ്ട് കുറച്ചും കൂടി, അതുകൊണ്ട് മാത്രം, വേറെ ഒന്നുമല്ല. പിന്നെ ഇത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം, നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ചാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചെറിയ ട്രയാങ്കിളിൽ തുടങ്ങുകയാണ്. അപ്പൊ എന്റെ
ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണെന്ന് ഇട്ടിട്ടുണ്ട്. 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഞാൻ അളവ് പറയാതെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും പറയാൻ പറ്റും. പറ്റില്ലേ? പറ്റും. എന്താ നിങ്ങൾ പറയാ? യെസ് സാറേ, അങ്ങനെയാണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 2√3 ആയിരിക്കും അല്ലെ? 2√3 ആയിരിക്കും നിങ്ങൾ പറയും. സാർ അങ്ങനെയാണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 ആയിരിക്കും. 4 ആയിരിക്കും അല്ലെ? നിങ്ങളത് പറയും. ഓക്കെ, അതായത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 സെന്റിമീറ്റർ ആണെങ്കിൽ സാറേ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 × √3 ആയിരിക്കും. അതേപോലെ തന്നെ 90ക്ക് ഓപ്പോസിറ്റ് 2 × 2 ആയിരിക്കും. ശ്രദ്ധിക്കുക, 2 × 2. അങ്ങനെയാണെങ്കിൽ ഇത് 2 × √3. നിങ്ങൾ പറയും, സംശയം എന്നോട് പറയും. ഓക്കെ, യെസ്. ഇനി ഈ ചിത്രത്തിലേക്ക് വരിക. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു 5 സെന്റിമീറ്റർ എന്നാണ് എടുത്തതെന്ന് വിചാരിക്കുക. 5 സെന്റിമീറ്റർ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താ പറയുക? നിങ്ങൾ പറയും സാറേ അത് 5√3 ആയിരിക്കും. 5√3 അഥവാ 5 × √3 ആയിരിക്കും. അതേപോലെ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? സാറേ അത് 10 ആയിരിക്കും. 10 അല്ലെ? എങ്ങനെ? യെസ്, 5 × 2 ആയിരിക്കും അല്ലെ? നിങ്ങൾ പറയും. ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യം. കാരണം നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ 30, 60, 90 ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ ഇന്നതായിരിക്കും എന്നുള്ളത് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. നിങ്ങൾക്കറിയാം അല്ലെ? സോ നിങ്ങൾ പറയും, സംശയമില്ല. ഇത് തന്നെ ഇപ്പൊ പക്ഷെ നേരത്തെ പറഞ്ഞു നിർത്തിയില്ലേ? എന്താ പറഞ്ഞു നിർത്തിയത്? ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് 2 × 2 ആവും. അതായത് 2 × ഒരു കോൺസ്റ്റന്റ് ആവും. ഈ കോൺസ്റ്റന്റ് കണ്ടോ? അതന്നെയായിരിക്കും ഈ കോൺസ്റ്റന്റും. എന്തുകൊണ്ട്? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട്. അതായത് ഇവിടെ 30, 60, 90 ആയതുകൊണ്ടും ഇവിടെയും 30, 60, 90 ആയതുകൊണ്ടും. അതുകൊണ്ടാണ്. അപ്പൊ ഈ 30, 60, 90 എന്നുള്ളത് എവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാലും നിങ്ങൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏത് സൈഡ് കിട്ടുമോ ആ സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടും. അതേപോലെ തന്നെ ആ സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കിട്ടും. സംശയിക്കണ്ട, ഒരു സംശയവും വേണ്ട അല്ലെ? ഇവിടെയും അതേപോലെ ഇവിടെ സാർ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ 5 സെന്റിമീറ്റർ എടുത്താൽ നിങ്ങളുടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 5 × 2. ഇവിടെ 2 ഇവിടെ 2. ആ കോൺസ്റ്റന്റ് മാറില്ല. അതേപോലെ തന്നെ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 5 × √3. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് ഈ √3 ആണ്. അത് മാറില്ല. കണ്ടോ? അതിന്റെ അർത്ഥം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതവിടെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അതിന്റെ ഓരോ സൈഡുകൾക്കും മറ്റ് സൈഡുമായിട്ട് ഒരു റേഷ്യോ ഉണ്ട്. അല്ലെ? ഇത് തന്നെയാണ് ട്രിഗണോമെട്രി. ചുരുക്കി പറഞ്ഞു വെച്ചാൽ ആംഗിൾസ് ഡിറ്റർമിൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ്. കോണുകൾ വശങ്ങളുടെ അംശബന്ധം തീരുമാനിക്കപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഇതിന് 30, 60, 90 അല്ലാതെ 45, 45, 90 എടുത്താലും ഇതേപോലെ തന്നെ ഉണ്ട്. അതെന്താ? 1, 1 √2 അല്ലെ? ഈ പറഞ്ഞ വസ്തുതയെ ഒന്ന് വേറൊരു ഭാഷയിൽ ഇനി പറയും. ഒന്നുമില്ല. ഇപ്പൊ 30, 60, 90 എന്നുള്ളതിന് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ നമ്മൾ എല്ലായ്പ്പോഴും എന്താ പറയുക? കർണം അല്ലേ? അഥവാ ഹൈപ്പോട്ടനസ്. പക്ഷേ HY ചുരുക്കിയിട്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു 30 ഡിഗ്രി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ 30 ഡിഗ്രി മാർക്ക് ചെയ്താൽ
ആ 30 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ട് സൈഡ് കൂടി ഉണ്ട്. ഒന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു സൈഡ്, നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ആയതുകൊണ്ട് തന്നെ അതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കാം. ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം. എതിർവശം. അതേപോലെ തന്നെ അതിന്റെ നേരെ സമീപത്ത് കിടക്കുന്ന അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സൈഡ് ഉണ്ട്, അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം. സമീപവശം. അപ്പൊ ഞാന് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറെ എന്തിനു വേണ്ടിയിട്ടല്ല, എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നീളം കൂടിയ വശം കർണാണ്. അതേപോലെ തന്നെ ഒരു ആംഗിൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡുകൾ, ഒന്ന് അഡ്ജസ്റ്റന്റ് സൈഡ്, ഒന്ന് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ ഇവിടെ ഞാൻ എന്താ പത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ 30 ഡിഗ്രിക്ക് നിങ്ങളൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു 3 സെന്റിമീറ്റർ സൈഡ് എടുത്താൽ, അതായത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഒരു 3 സെന്റിമീറ്റർ ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തിരിക്കുന്നത് എങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ അഥവാ ആ 30ക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് എന്തേ വരുള്ളൂ, ഈ സൈഡ് 3 ഇൻറ്റു √3 വരുള്ളൂ. ഇവിടെ പറഞ്ഞ പോലെ 5√3 2√3 അങ്ങനെയേ വരുള്ളൂ. അത് ഉറപ്പാണ്, അത് ഫിക്സ്ഡ് ആണ്, തീരുമാനിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ 90 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്തേ വരുള്ളൂ, അത് നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന, അതായത് ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തിരിക്കുന്ന 3 ഇൻറ്റു എന്തേ വരുള്ളൂ, 2 ഇരട്ടിയെ വരുള്ളൂ, അഥവാ 6 സെന്റിമീറ്ററേ വരുള്ളൂ. ഇതാണ് ഭാഷ പറഞ്ഞത്, വേറൊന്നുമല്ല. ഇതിന് വേറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിനെ നിങ്ങൾ എല്ലായ്പ്പോഴും അതിന്റെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശ്രദ്ധിച്ചോളൂ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, നിങ്ങളുടെ 3 സെന്റിമീറ്റർ. ഇവിടെ ഈ ഒരു ട്രയാംഗിളിൽ 3 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ എത്രയാണ് നിങ്ങളുടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 6. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 6, how much you will get? 1/2. You will get always 1/2. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോ, ശരിയാവോ എന്നുള്ളത്. 2 ഡിവൈഡഡ് ബൈ 4 എത്ര ആൻസർ കിട്ടുക, 1/2. കാരണം 30ന്റെ ഓപ്പോസിറ്റ് 90യുടെ ഓപ്പോസിറ്റ്, അതായത് ഹൈപ്പോട്ടനസ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2 ആണ് കിട്ടുക. എപ്പോ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുത്താൽ 30 60 90 ആണ് നിങ്ങളുടെ ട്രയാംഗിൾ വെച്ചാൽ, ഇത് 30 60 90 അല്ലെങ്കിലോ 31 അതേപോലെ തന്നെ 59 90 എന്നായാലോ ഈ 1/2 മാറും ട്ടോ. അതിനെ കുറ്റം പറയുന്നത്. അപ്പൊ 1/2 മാറി വേറെ എന്തെങ്കിലും ഒരു സംഖ്യവും. പക്ഷേ ഏത് 31 59 അതേപോലെ തന്നെ 90 എടുത്താലും ആ സംഖ്യ മാറില്ല, അത് ഉറപ്പാണ്, ആ സംഖ്യ മാറില്ല. ഇത് 32 58 90 എന്നായാലോ അപ്പൊ പണി പിന്നെയും പാടൂട്ടോ, വേറൊരു സംഖ്യ. അതെത്രയെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഏത് 32 58 90 എന്നുള്ള ട്രയാംഗിൾ എടുത്താലും അത് സ്ഥിരം. ഏത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്ന റേഷ്യോ. ഇതേപോലെ തന്നെയാണ് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്ന സമീപവശം ബൈ കർണം എന്ന് പറയുന്ന റേഷ്യോ എടുത്താലും സംഭവിക്കുക. ഉദാഹരണത്തിന് ഇവിടെ 30ന്റെ അഡ്ജസന്റ് സൈഡ് എന്താ, 3√3 3√3 ഡിവൈഡഡ് ബൈ എത്രയാണ് നിങ്ങളുടെ ഹൈപ്പോട്ടനസ് 6. അപ്പൊ ഈ 3 കൊണ്ട് നിങ്ങൾക്ക് ആറിനെ വെട്ടാൻ 2. സോ √3 ഡിവൈഡഡ് ബൈ 2 √3 ഡിവൈഡഡ് ബൈ 2 അല്ലെ, ഇതാണ് കിട്ടുക. √3 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടുക. മനസ്സിലാവുന്നു? ഇനി ഇവിടെ നോക്കിക്കോ,
30ന്റെ അഡ്ജസന്റ് സൈഡ് എത്രയാണ് വരുന്നത്? 2√3 ഡിവൈഡഡ് ബൈ എത്രയാ? 4. അപ്പൊ 2√3 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് √3 ഡിവൈഡഡ് ബൈ 2 തന്നെയാണ് കിട്ടുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോ 5√3 ഡിവൈഡഡ് ബൈ 10. 5√3 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? √3 ഡിവൈഡഡ് ബൈ 2 തന്നെ കിട്ടുക. ഈ റേഷ്യോ മാറാൻ പോകുന്നില്ല. എപ്പോ? ആംഗിൾ മാറാത്തിടത്തോളം കാലം. അതാണ് പ്രാധാന്യം. ആംഗിൾ മാറാത്തിടത്തോളം കാലം നിങ്ങൾ എടുക്കുന്ന ഈ റേഷ്യോസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. It will be a constant. അത് തന്നെയാണ് ട്രിഗണോമെട്രി. അത് തന്നെയാണ് ട്രിഗണോമെട്രിയുടെ ഏറ്റവും കാതലായ കാര്യം. ഇതാണ് ട്രിഗണോമെട്രി എന്നല്ല മാഷ് പറയണത്. സോറി, ഇത് തുടക്കം മാത്രം. പക്ഷെ ഈ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച് നിങ്ങൾക്ക് ആ ബിൽഡിംഗ് ഇങ്ങനെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് 60 ഡിഗ്രിയാണ് എടുക്കുന്നത് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് നേരെ ഇങ്ങോട്ടാണ് വരിക. ആ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എടുത്താലും ഒരു സംഖ്യ നിങ്ങൾക്ക് വേറെ കിട്ടും. 3√3 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഏതിന്റെ? 60യുടെ ഓപ്പോസിറ്റ് എടുത്താല് അല്ലെ? 60യുടെ ഓപ്പോസിറ്റ് എടുത്താല് ആ മാഷിക്ക് വേറെ എഴുതി കാണിച്ചു. ഓക്കെ, അപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ല 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അത് മാറി അല്ലെ? 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ആണ് 60 ഡിഗ്രിയുടെ എന്ത്? ഓപ്പോസിറ്റ് സൈഡ്. അതേപോലെ തന്നെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് 60 ഡിഗ്രിയുടെ എന്ത്? അഡ്ജസന്റ് സൈഡ്. കോണിനനുസരിച്ച് അത് മാറും. പക്ഷെ മാറാത്തൊരു സാധനമുണ്ട്. എന്താ? ഹൈപ്പോട്ടനസ്. അതന്നെയാണ് മാഷ് 90 ഡിഗ്രിയുടെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ഏതെങ്കിലും ട്രയാങ്കിൾ വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ എങ്ങനെയാണ് മാഷ് അത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അല്ലെ? അപ്പൊ ഇതൊക്കെ പ്രശ്നം വരും അല്ലെ? അതായത് ഈ രണ്ട് സൈഡുകളെ ഫിക്സ് ചെയ്ത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. സോ ഈ രണ്ട് റേഷ്യോകൾക്ക്, ഏത് രണ്ട് റേഷ്യോകൾക്ക്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്ന റേഷ്യോയ്ക്കും അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്ന റേഷ്യോയ്ക്കും നമ്മൾ ഒരു പ്രത്യേക പേര് പറയും. ഇങ്ങനെ ഓർത്തു വെക്കാനുള്ള ആ ഒരു അസൗകര്യം പ്രമാണിച്ചിട്ട് ഇവന് നമ്മൾ ഒരു പേര് കൊടുക്കും. വേറൊന്നല്ല, ഇതിന് കൊടുത്തിരിക്കുന്ന പേര് സൈൻ എന്നാണ്. SINE. ഇതിന് കൊടുത്തിരിക്കുന്ന പേര് കൊസൈൻ എന്നാണ്. കോസൈൻ എന്നാണ്. അപ്പൊ ദിസ് ഈസ് സൈൻ റേഷ്യോ ആൻഡ് ദിസ് ഈസ് കൊസൈൻ റേഷ്യോ. സോ വാട്ട് ഈസ് മീൻ ബൈ സൈൻ റേഷ്യോ? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണത്തിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് അഥവാ എതിർവശം ബൈ കർണം എന്ന് പറയുന്ന റേഷ്യോയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സൈൻ എന്ന് പേര് വിളിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഷോർട്ട്ലി ഡിനോട്ടഡ് ആസ്, ഷോർട്ട്ലി ചുരുക്കിയിട്ട് യു ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് സൈൻ, SIN. Okay, and what is mean by sine? It is your opposite side divided by hypotenuse. ഞാൻ അത് ചുരുക്കി എഴുതിയ opposite side divided by hypotenuse or divided by h. So you can write it as like this also, or divided by h, no problem. Okay, and what is cosine? Shortly you can represent it as cos, and it is adjacent side A divided by hypotenuse, or you can denote it as A divided by H. Okay, now one more thing, which angle you are taking there, that also you have to mention that. ഏത് കോണാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോൺ കൂടി നിങ്ങൾ എഴുതണം. അപ്പൊ ഇവിടെയൊക്കെ പ്രാധാന്യം ഏതിനാണ്? ആംഗിളിനാണ്. ആംഗിളാണ് സൈഡുകളുടെ റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുന്നത്. തുടക്കം മുതൽ ഇവിടെ പറയുന്നുണ്ട്, കോണുകളാണ്
വശങ്ങളുടെ റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുന്നത്. So if you are taking 30 degree, you have to write it as 30 degree, or you have to name that angle. If this angle is A, denoted as A, you have to write it as sin A or cos A, like that. Whichever angle you are taking, that name also you have to put it there. ഏത് ആംഗിൾ ആണോ നിങ്ങൾ എടുക്കുന്നത് ആ ആംഗിൾ കൂടി അവിടെ എഴുതണം. So if this is B and this is C, sin A means opposite side of A divided by hypotenuse. Cos A means adjacent side divided by hypotenuse. Okay? Yes. And what is sin B? Sin B is also opposite side, but opposite side of B divided by hypotenuse. Hypotenuse will not change. Hypotenuse മാറില്ല. What is cos B? Cos B is adjacent side, but the adjacent side of B divided by hypotenuse. Again, hypotenuse will not change. Okay? Ready? അങ്ങനെയാണെങ്കിൽ മാഷ് വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ച് കാണിച്ചു തരട്ടെ. യെസ്, വൺ മോർ തിങ്. ഇവിടെ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ മാഷ് ഇതൊക്കെ ഒന്ന് മായ്ക്കാൻ പോവാണ്. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ ഒന്ന് മായ്ക്കാൻ പോവാണ്. ഇത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, നോ പ്രോബ്ലം. സോ ഐ വിൽ റൈറ്റ് ഫസ്റ്റ് sin 30. Sin 30 is equal to what? Sin 30 is equal to your opposite side. Now these 3, ഞാൻ ഒരു എക്സാമ്പിളിന് 3 ആണ് എടുത്തിരിക്കുന്നത്. 3 divided by, okay, is hypotenuse. What is it? 6. So 3 divided by 6, what you got? 1/2. 1/2. Okay. Now what is cos 30? What is cos 30? Yes, cos 30 means adjacent side, that is 3√3. 3√3 divided by its hypotenuse. What is hypotenuse? 6. Okay, 6. Ready? Now that is equal to, here 3 and 6 you can simplify. Here it is 2, so it is √3 divided by 2. Ready ആണല്ലോ? Yes. Now check a very beautiful thing. Okay? Yes. Now I am writing sin 60. Sin 60. അപ്പൊ ഇനി എന്റെ നോട്ട ഇങ്ങോട്ടാ 60ലേക്കോ ഞാൻ വരെ മറന്നു, 30 മറന്നു. നമ്മൾ അങ്ങനെയാണല്ലോ, സൗകര്യപ്രകാരം നമ്മൾ ആൾക്കാരെ മറക്കുമല്ലോ. നമുക്ക് വേണ്ടവരെ മാത്രമാണല്ലോ നമ്മൾ പിന്നെ നോക്കുള്ളൂ. Now I am looking at 60 only. ഇവൻ പോട്ടെ, 30 പോട്ടെ. So sin 60, opposite side 3√3. 3√3 അല്ലേ, divided by hypotenuse 6. Again 3√3 divided by 6, 3√3 2. So √3 divided by 2. Okay? Okay? Yes. Now cos 60. Okay, where I can write here? Here I will write cos 60 is equal to, what is cos 60? Adjacent side divided by hypotenuse. What is adjacent side? 3 centimeter. So 3 divided by hypotenuse 6. 3 divided by 6 is equal to, what is it? 1/2. 1/2. Okay. Now check. Okay. Sin 30 equal to 1/2. Cos 30 equal to √3/2. Sin 60 is equal to √3/2. Cos 60 is equal to 1/2. Is there any relation? ഈ കാണിച്ചതിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? യെസ്, same. Sin 30 is equal to which one? Cos 60. So I will write sin 30 is equal to which one? Cos 60. Okay? Sin 30 is equal to
how much? Yes, cos 60. Again, cos 30 is equal to sin 60, or I can write sin 60 is equal to which one? Cos 30. Ready ആണല്ലോ? Yes. ഇതേപോലെ 45 ഡിഗ്രി എടുത്താലുണ്ട്, 45 എടുത്താലുണ്ട്. നോക്കുക എന്താ 45 എടുത്ത് വെച്ചാൽ വരിക എന്നുള്ളത്. അപ്പൊ ഇനി എനിക്ക് ഇതൊക്കെ ഒന്ന് മായ്ച്ചാണല്ലോ അല്ലേ, എഴുതിയിരിക്കുന്നൊക്കെ മായ്ക്കാമല്ലോ, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റൂടെ? ഓക്കെ, ഞാൻ ഈ ഒരു ചിത്രം മായ്ക്കാം, കാരണം ഇത് നമ്മളിപ്പോ കുറെ നേരമായില്ലേ ഈ ഒരു ചിത്രം ഇവിടെ പറയുന്നു. ഞാൻ ഇനി 45 90 വരയ്ക്കാം കേട്ടോ. ഓക്കെ, സോ ഐ വിൽ ഡ്രോ 45 90. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് ഇപ്പൊ ഞാൻ ഇവിടെ 3 എടുത്തു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാല് ഇവിടെ 3 ആണ് വരിക. ദിസ് ഈസ് 3√2. ദാറ്റ് ഈസ് 3√2. അങ്ങനെയാണെങ്കിൽ sin 45 equal to opposite side 3 divided by hypotenuse 3√2. Okay, so 3 cancels and this is equal to 1/√2. Okay, yes. Now cos 45 equal to what is adjacent side 3 divided by, okay, his hypotenuse 3√2. So this is also cancelled, 1 divided by √2. What you got? Sin 45 equal to cos 45. That also I will write. Sin 45 is equal to cos 45. Ready? Now check these relations. Sin 30 equal to cos 60. Sin 30 cos 60 ന് തുല്യം. Sin 60 sin 60 cos 30 ന് തുല്യം. Sin 45 cos 45 ന് തുല്യം. ഈ 30 60 90 ഇതൊക്കെ ആയിട്ട് ഒരു 90നോട് എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്? 90നോട് യെസ്, ഇവിടെ 30 എന്ന് വന്നപ്പോ 90ന്ന് 30 കുറച്ചതാണ് 60. ഇവിടെ 60 എന്ന് വന്നപ്പോ 90ന്ന് 60 കുറച്ചത് ഈ 30. ഇവിടെ 45 എന്ന് വന്നപ്പോ 90ന്ന് 45 കുറച്ചത് ഈ 45. കണ്ടോ രസം കണ്ടോ? യെസ് അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഈ റേഷ്യോസ്, അതായത് ഈ റേഷ്യോസ് ഒക്കെ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആംഗിളിനനുസരിച്ച് ഈ റേഷ്യോസ് ഒക്കെ ഓരോ കോൺസ്റ്റന്റുകളാണ്, സ്ഥിരസംഖ്യകളാണ്. അഥവാ നിങ്ങൾക്ക് ആംഗിൾസും ആ റേഷ്യോയും അറിയുമെങ്കിൽ ശ്രദ്ധിക്കണം, ആംഗിൾസും അതിനനുസരിച്ച് സൈഡുകളുടെ റേഷ്യോയും അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡ് അറിയുമെങ്കിൽ തന്നെ ബാക്കി സൈഡുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അളക്കാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് വേണം? ഈ റേഷ്യോസ് അറിയണം. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന 1/2 √3/2 അതേപോലെ തന്നെ 1/√2 1/√2 എന്നൊക്കെ പറയുന്ന റേഷ്യോ ഉണ്ടല്ലോ. ഇതിപ്പോ എവിടുന്നാ കിട്ടിയേ? 30 60 90ന്റെ സൈഡുകൾ നമുക്ക് അറിയാവുന്നത് കിട്ടിയില്ല. പക്ഷെ എല്ലാ ആംഗിൾസിന്റെയും സൈഡുകൾ എത്ര റേഷ്യോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ റേഷ്യോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 31 59 എന്നായാലും റേഷ്യോ ഉണ്ട് അല്ലെ, 46 44 എന്നായാലും റേഷ്യോ ഉണ്ട്, ഒക്കെ റേഷ്യോ ഉണ്ട്. പക്ഷെ എത്ര നമുക്കറിയില്ല, അത്രയും. ഇതൊക്കെ നമുക്ക് കാണാതെ പഠിക്കാനും പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ 30 60 90ന്റെ ഓക്കെ, 45 90ന്റെ ഓക്കെ, ബാക്കി വശമല്ല, അത് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കും. പക്ഷെ ബാക്കിയുള്ള ഓരോ ആംഗിളിനനുസരിച്ചിട്ട് ഈ ട്രയാംഗിളിന്റെ റേഷ്യോസ് മുഴുവൻ നമുക്ക് ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാഗ്യവശാൽ ലക്കിൽ നമ്മുടെ ഗണിതശാസ്ത്രജ്ഞന്മാരെ നമുക്ക് അതിന് ഒരു ടേബിൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് ടേബിൾ നമ്മുടെ പാഠത്തിന്റെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബാക്കില് നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ ഇതാ കണ്ടോ തന്നിട്ടുണ്ട്. അതിലൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുക്കണ്ടെന്നറിയോ? ട്രിഗണോമെട്രിക് വാല്യൂസ്. എന്താ കൊടുത്തത്? ട്രിഗണോമെട്രിക് വാല്യൂസ്, മലയാളത്തില് ത്രികോണമിതി വിലകൾ. അപ്പോ ഈ റേഷ്യോസിനൊക്കെ നമ്മൾ ഇനി പേര് വിളിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നാണ്. എന്താ പേര് വിളിക്കുന്നത്?
ട്രിഗണോമെട്രിക് റേഷ്യോസ്. സോ എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. യെസ്, സൈഡുകൾ തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. ആംഗിളിനനുസരിച്ച്, അതെടുത്ത് പറയണം, ആംഗിളിനനുസരിച്ച് ആ റേഷ്യോസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പേര് വിളിക്കുക. അതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞു. ഏതൊക്കെ രണ്ടെണ്ണം? സൈനും കോസും. എന്താ സൈൻ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. എന്താണ് കോസ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് ആ ആംഗിളിന്റെ. ഓക്കെ, ഏത് ആംഗിൾ ആണോ നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ അതിന്റെ. അപ്പൊ ഈ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ ഏത് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ഫിക്സ് ചെയ്തിട്ടാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ടേബിളിലൊന്നും ഇത് നിൽക്കില്ല. ഇത് ഇഷ്ടംപോലെ പേജുകളായിട്ട് വരും. അപ്പൊ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി മുതൽക്കുള്ള കണക്കുകളിലൊക്കെ നിങ്ങൾ 30, 60, 90 എന്നൊന്നും അല്ലെങ്കിൽ കാണുക. 40, 50, 90 എന്ന് കാണാം. 70, 20, 90 എന്നൊക്കെ കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 40ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സൈഡ് തന്നു, 50ന്റെ ഓപ്പോസിറ്റ് ആയ സൈഡ് എത്രയെന്ന് കാണുക, ഹൈപ്പോട്ടനസ് എത്രയെന്ന് കാണുക. ഇതാണ് ഇനി ചോദ്യം വരുന്നത്. ഈ ചാപ്റ്ററിൽ ഇനി അതേ ഉള്ളൂ. ആംഗിൾസ് ഇങ്ങനെ മാറി മാറി വരും. ഒരു സൈഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, മറ്റേ സൈഡ് കാണേണ്ടി വരും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? പേടിക്കൊന്നും വേണ്ട, ബേജാറാക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ആവശ്യമായ ആംഗിൾസിന്റെ റേഷ്യോ ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ 40 ഡിഗ്രിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രോബ്ലം 40 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ തന്നെ സൈൻ 40 സമവും കോസ് 40 സമവും സൈൻ 50 സമവും കോസ് 50 സമവും എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ SLC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയത് നോക്കിക്കോ, അതിലുണ്ടാവും. അത് വെച്ചുകൊണ്ടാണ് കണക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാക്കി വശങ്ങൾ കാണുകയേ വേണ്ടൂ. ദാറ്റ് ഈസ് ദിസ് ചാപ്റ്റർ. അത് തന്നെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നത്തിങ് അല്ല, വേറെ ഒന്നുമില്ല. സോ ഈ റേഷ്യോസിനൊക്കെ നമ്മൾ എന്താ പേര് വിളിക്കുന്നത്? ട്രിഗണോമെട്രിക് റേഷ്യോസ്. അതിൽ രണ്ടെണ്ണം പരിചയപ്പെട്ട് കഴിഞ്ഞു. രാജാക്കന്മാരെ, സൈൻ ആൻഡ് കോസ്. ഒരു രാജാവ് കൂടി ഉണ്ട് കേട്ടോ. ആ രാജാവ് പതിയെ. അതുവരേക്ക് ഇനി പ്രോബ്ലംസ് എല്ലാം ചെയ്യണം ഈ ചാപ്റ്ററിൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മാഷെ, കാരണം നിങ്ങളുടെ സമയമില്ലാത്തതുകൊണ്ട്. അത് നമ്മുടെ പിക്ചേഴ്സ് ചാനലിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രോബ്ലംസ് എല്ലാം. മാഷ് ഇപ്പോൾ ട്രിഗണോമെട്രിയുടെ കാതലായ കാര്യം മാത്രം നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു തന്നതാണ്. സോ ഇത്ര നേരം മാഷെ സഹിച്ചു നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. അപ്പൊ ഇനി കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.